IPL 2025 ആദ്യ മത്സരം തന്നെ RCB സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആതിഥേയരായ കൊൽക്കത്തയെ 7 വിക്കറ്റിൻ്റെ വിജയമാണ് RCB ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചത്. കൊൽക്കത്തയിൽ നടന്ന ആദ്യ മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ കൊൽക്കത്ത 174 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചത്. അവരുടെ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. ഡീകോക്കും നരേനുമാണ് ഓപ്പൺ ചെയ്തത്. ഡീകോക്ക് 4 അടിച്ച് അതവർ കളി തുടങ്ങി തന്നു. പക്ഷേ ഡീകോക്കിന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് ഇറങ്ങിയ രഹാനെയും നരേനുമാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. നരേൻ 44 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ രഹാനെ 56 റൺസാണ് സ്വന്തമാക്കിയത്. അവരൊരു മികച്ച ഒരു പാർട്ണർഷിപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒരു പവർ പ്ലേയിൽ അടിച്ച് കളിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. പിന്നീട് വന്ന വെങ്കടേഷ് അയ്യർക്ക് കാര്യമായ പ്രകടനമെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് 6 റൺസ് മാത്രമാണ് എടുക്കാനായത്. അതിനുശേഷം വന്ന അങ്കിഷ് രഘുവർ 30 റൺസ് സ്വന്തമാക്കി. റിങ്കു സിംഗിനും കാര്യമായ പ്രകടനം എടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് 12 റൺസാണ് എടുക്കാൻ സാധിച്ചുള്ളത്. റസലിനൊന്നും ക്രീസിൽ നിർത്തിയില്ല. 4 റൺസ് മാത്രമാണ് റസൽ സ്വന്തമാക്കിയത്. RCBക്ക് വേണ്ടി ബോളിംഗ് നിരയിൽ കുന്തമുനയത് കുർണാൽ പാണ്ഡ്യയാണ്. കുർണാൽ പാണ്ഡ്യ 3 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ഹേസൽവുഡ് 2 വിക്കറ്റും. കുർണാൽ പാണ്ഡ്യയുടെ ഒരു ബോളിംഗ് മികവ് തന്നെ ആണ് അവരുടെ ഒരു കുന്തമുനയായത് കൊൽക്കത്തനെ വീഴ്ത്താൻ സാധിച്ചത്. 174 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ കൊൽക്കത്ത സ്വന്തമാക്കിയത്. പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂരിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. നല്ല രീതിയിൽ തന്നെ അടിച്ച് കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സാൾട്ട് 56 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ കോഹ്ലി 59 റൺസ്. അവരുടെ ഒരു മികച്ച പാർട്ണർഷിപ്പിൽ തന്നെയാണ് ഒരു കളി കൊണ്ടുപോയത്. പവർ പ്ലേ തന്നെ ആയാലും അവർ അടിച്ച് കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് വന്ന രജത് പടിത്തർ 34 റൺസും ലിവിങ്സ്റ്റൺ 15 റൺസുമാണ് സ്വന്തമാക്കിയത്. അവരുടെ നെടുന്തൂണായത് കോഹ്ലി തന്നെയാണ്. കോഹ്ലി നോട്ട് ഔട്ട് ആവാതെ 59 റൺസ് സ്വന്തമാക്കി. 36 ബോളിൽ 4 4ഉം 3 6ഉം അടക്കമാണ് കോഹ്ലിക്ക് 59 റൺസ്. അതുപോലെ തന്നെ സാൾട്ട് 56 റൺസും സ്വന്തമാക്കി. അവരുടെ രണ്ടുപേരുടെ ഒരു മികവിൽ തന്നെയാണ് ബാംഗ്ലൂരിന് 7 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. 16.2 ഓവറിൽ കളി ജയിപ്പിക്കാനും കോഹ്ലിക്കായി. അങ്ങനെ ആതിഥേയരായ കൊൽക്കത്തനെ തകർത്ത് RCB ആദ്യ വിജയം സ്വന്തമാക്കി ആദ്യ മത്സരത്തിൽ തന്നെ. അപ്പോൾ നാളെ വരുന്നത് 2 മത്സരങ്ങളാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാനും തമ്മിലായിട്ടും. രണ്ടാമത്തെ മത്സരം ചെന്നൈയും മുംബൈയും ആയിട്ടാണ് രണ്ടാമത്തെ മത്സരം വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രതികരിക്കണം. ബൈ.